വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഫലം വരുന്നതിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മുടെ ജനപ്രതിനിധികളും അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ. എന്തായാലും നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് മണ്ഡലങ്ങളിൽ ഏറെക്കുറെ ഫലം നമുക്ക് ഇപ്പോൾ തന്നെ വിലയിരുത്താവുന്നതാണ്. UDFന്റെ കോട്ടകളാണ്. 3 മണ്ഡലങ്ങളിലും UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറും തന്നെയാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. ആ ഒരു രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ അവർക്ക് ബൂത്ത് തലങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുന്നത്, പ്രത്യേകിച്ച് DCC അധ്യക്ഷനായ VS ജോയ്, നമ്മുടെ നിലമ്പൂർ പോത്തുകല്ല് സ്വദേശിയാണ്. അദ്ദേഹം ജനവിധി തേടുന്ന തവനൂർ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. ഇവിടെ ഫലം പ്രവചനാതീതമാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചനകൾ. അവിടെ LDFന്റെ KT ജലീൽ തൻ്റെ ശക്തി കേന്ദ്രമായി നിർത്തിയ ഒരു മണ്ഡലമാണ്. ഇത്തവണ തവനൂർ LDF നിലനിർത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് LDF ക്യാമ്പുള്ളത്. എന്നാൽ VS ജോയിലൂടെ ഇവിടെ ഒരു അട്ടിമറി വിജയം നേടാനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ UDF ക്യാമ്പുള്ളത്. എന്തായാലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. 4 വരെ നമുക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരുന്നേ മതിയാകൂ. എന്തായാലും ഈ ഒരു വോട്ടെണ്ണൽ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എല്ലാവരും. നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫുട്ബോൾ കളിക്കുന്നതിനിടെ 13-കാരൻ കിണറ്റിൽ വീണു. ചുങ്കത്ര മാമ്പൊയിലാണ് സംഭവം. നിർമ്മാണത്തിലിരിക്കുന്ന കിണറ്റിലാണ് 13-കാരൻ വീണത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അവസരോചിതമായ ഇടപെടലിൽ കൂടുതൽ അപകടങ്ങളില്ലാതെ രക്ഷപ്പെടുത്താനായി. വണ്ടൂർ വാണിയമ്പലത്ത് നടുറോഡിൽ യുവാവിന്റെ വടിവാൾ പ്രയോഗം. അക്രമത്തിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. കിണറ്റിങ്ങൽ മുഹമ്മദ് ഫഹദിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ വെന്തോടമ്പടി സ്വദേശി മിസ്ഹബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവണ്ണയിൽ ബൈക്കും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. 17-കാരന് ദാരുണാന്ത്യം. പോരൂർ അയനിക്കോട് സ്വദേശി കബീറിന്റെ മകൻ റിഫാത്ത് ആണ് മരിച്ചത്. ഇന്നെല്ലാം അപകട വാർത്തകളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത്. തലക്കെട്ടുകളിൽ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ അപകട വാർത്തകളാണ്. ചുങ്കത്ര മാമ്പൊയിലിൽ 13-കാരൻ കിണറ്റിൽ വീണു. ഫുട്ബോൾ കളിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട ബോൾ എടുക്കുന്നതിന് വേണ്ടി പോകവെ അബദ്ധത്തിൽ കാൽ വഴുതി കിണറ്റിൽ വീഴുകയാണ്. മാമ്പൊയിലിലെ കാപ്പാട്ട് തൊടിക ഫൈസൽ ബാബുവിന്റെ മകൻ അദ്നാൻ എന്ന 13-കാരനാണ് 40 അടിയോളം താഴ്ചയുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കിണറ്റിൽ വീണത്. നിർമ്മാണത്തിലിരിക്കുന്ന കിണറായതുകൊണ്ട് തന്നെ വെള്ളമുണ്ടായിരുന്നില്ല. അതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. റിങ്ങിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയൊരു കിണറായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നതിനിടെ ബോൾ നഷ്ടപ്പെട്ട
അതോടൊപ്പം ആ ബോൾ എടുക്കുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് കാൽ വഴുതി കിണറ്റിൽ വീഴുന്നത്. എന്തായാലും വിവരം അറിഞ്ഞ് നിലമ്പൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി വലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്നും അദ്നാനെ പുറത്തെടുക്കുകയായിരുന്നു. അദ്നാൻ കിണറ്റിൽ വീണ ഉടൻ തന്നെ പരിസരവാസി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കിണറ്റിൽ ഇറങ്ങിയിരുന്നു. വലിയ താഴ്ചയുള്ള കിണറായിരുന്നു. എന്നാൽ മറ്റ് സഹായങ്ങളോ സജ്ജീകരണങ്ങളോ ഇല്ലാതെ അദ്നാനെ പുറത്തെടുക്കുക പ്രയാസമായതിനാൽ ഫയർഫോഴ്സ് കൂടി വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തി വലയും കയറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടുപേരെയും പുറത്തെത്തിച്ചത്. അതിനാണ് കാലിന് മുട്ടിന് മുകളിൽ ഒരു പൊട്ടലുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ പരിക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ അദ്നാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അദ്നാൻ ചികിത്സയിലുള്ളത്. കാൽമുട്ടിന് പൊട്ടലുള്ളതിനാൽ ഇവിടെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഇവിടെ ഒഴിവായത്. 40 അടിയോളം താഴ്ചയുള്ള ഒരു കിണറ്റിലേക്കാണ് മാമ്പൊയിലിൽ അദ്നാൻ വീണത്. ഫുട്ബോൾ കളിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി കൃത്യമായി അവസരോചിതമായി ഇടപെട്ടതിനാൽ അദ്നാന് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വണ്ടൂർ വാണിയമ്പലത്ത് നടു റോഡിൽ യുവാവിന്റെ വടിവാൾ പ്രയോഗം. സംഭവത്തിൽ ഒരാൾക്ക് വെട്ടേൽക്കുകയും ചെയ്തു. മുൻവൈരാഗ്യത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു അക്രമം വാണിയമ്പലത്ത് നടന്നത്. വണ്ടൂർ വാണിയമ്പലത്ത് നടു റോഡിൽ യുവാവിന്റെ വടിവാൾ പ്രയോഗം. അക്രമത്തിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. കിണറ്റിങ്ങൽ മുഹമ്മദ് ഫഹദിനാണ് വെട്ടേറ്റത്. വ്യക്തിപരമായ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വെന്തോടമ്പടി സ്വദേശി മിസ്ഹബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 9:45 വാണിയമ്പലം ടൗണിൽ നാടിന് നടുക്കിയ സംഭവമുണ്ടായത്. ജനങ്ങൾ നോക്കി നിൽക്കെയായിരുന്നു വെന്തോടമ്പടി സ്വദേശി മിസ്ഹബ് ആക്രമണം നടത്തിയത്. ഫഹദും മിസ്ഹബും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് മിസ്ഹബ് കൈവശമുണ്ടായിരുന്ന വടിവാൾ പുറത്തെടുത്ത് ഫഹദിനെ വെട്ടുകയുമായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഫഹദിനെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു. ഇതാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. മിസ്ഹബിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വാണിയമ്പലത്തെ ഈ 18-കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വെന്തോടമ്പടി സ്വദേശി മിസ്ഹബിനെതിരെയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിദാരുണമായൊരു സംഭവമാണ്. ഇങ്ങനെ വടിവാളുമായൊക്കെ എത്തി ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ടൗണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അവിടെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്നതൊക്കെ വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വധശ്രമത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും തലയ്ക്ക് പരിക്കേറ്റ മുഹമ്മദ് ഫഹദ് നിലവിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ പ്രതിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് വണ്ടൂർ പോലീസ്. എടവണ്ണയിൽ നിന്നും മറ്റൊരു അപകട വാർത്തയാണ് വരുന്നത്. എടവണ്ണയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 17-കാരൻ മരിച്ചു. പോരൂർ അയനിക്കോട് വലിയ പറമ്പ് സ്വദേശി കൊന്തൻകുളവൻ അബ്ദുൽ കബീറിന്റെ മകൻ റിഫാത്ത് ആണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടമുണ്ടായത്. 2 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവമായിരുന്നു 17-കാരന്റെ ഈ ഒരു വാഹനാപകട മരണം. വണ്ടൂരിൽ തന്നെ മറ്റൊരു അപകട വാർത്തയാണ്. വണ്ടൂർ ചെട്ടിയാറമ്മലിൽ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. വണ്ടൂരിൽ നിന്നും പോരൂരിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചയോടുകൂടിയാണ് സംഭവം. വണ്ടൂർ ഭാഗത്തു നിന്നും പോരൂർ ഭാഗത്തേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന ഓട്ടോറിക്ഷ ചെട്ടിയാറമ്മലിൽ വെച്ച് നിയന്ത്രണം വിട്ടുമറിയുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ചാത്തങ്കോട്ടുപുറം സ്വദേശി ഗോപാലൻ, വാണിയമ്പലം പുത്രക്കോവ് സ്വദേശികളായ VS ശ്രീലത, കോമള എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആസ്വദിക്കൂ തന്മയീ ഭാവത്തിൽ.
തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. വിഷു ഇതാ മറ്റന്നാൾ ആഘോഷിക്കുകയാണ് മലയാളികൾ. വിഷു ചന്തകളൊക്കെ നാട്ടിൻപുറങ്ങളിൽ സജീവമാണ്. വണ്ടൂരിൽ കുടുംബശ്രീയുടെ CDS വിഷു വിപണന മേളയ്ക്ക് തുടക്കമായി മണനിമ്മൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വിപണന മേള ആരംഭിച്ചിരിക്കുന്നത്. CDS പ്രസിഡന്റ് M. അൻഷിത ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തിയ ചന്തയാണ്, വിഷു വിപണന മേളയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ കുടുംബശ്രീ പ്രവർത്തകരന്നെ അവരുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പച്ചക്കറികളും ഇതൊക്കെ ഒരു വിഷവും പിന്നെ മരുന്നും കാര്യങ്ങളൊന്നും തളിക്കാതെ നമ്മളെ വീട്ടിലെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അത് ജൈവവളം മാത്രം ചെയ്തിട്ടാണ് ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ദിവസമാണ് നമ്മൾ ഇതിന്റെ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഫസ്റ്റ് ഡേ ആയിരുന്നു, പിന്നെ ഇന്നും പിന്നെ നാളെയും കൂടെയാണ്. നമുക്ക് 3 ദിവസമായിട്ടാണ് നമ്മളിത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കണിവെള്ളരി മുതൽ വിഷു സദ്യ തയ്യാറാക്കുവാനുള്ള നാടൻ പച്ചക്കറികൾ വരെ മേളയിൽ വിൽപ്പനയ്ക്കുണ്ട്. പൊതുവിപണിയെ അപേക്ഷിച്ച് വില കുറവിലാണ് വിൽപ്പന. 3 ദിവസങ്ങളിലായാണ് വിപണി. കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങളും വിഷുക്കണിക്കുള്ള കണിവെള്ളരി, വിവിധ പച്ചക്കറികൾ, തുണിത്തരങ്ങൾ മുതലായവയും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി MP ഹരീഷ്, മറ്റു CDS ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂരിലെ പ്രീമിയം ജ്വല്ലറി ബ്രാൻഡായ തന്മയി ഇനി എടക്കരയിലും. എടക്കരയിൽ തന്മയി ജ്വല്ലറിയുടെ ഉദ്ഘാടനം അതിവിപുലമായ ആഘോഷ പരിപാടികളോടെ നടന്നു. PV അബ്ദുൾ വഹാബ് MP ആണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത്. എടക്കര ദുബായ് പ്ലാസയിലാണ് ഏറ്റവും അത്യാധുനിക ട്രെൻഡിംഗ് കളക്ഷനോടുകൂടി തന്മയി ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ PV അബ്ദുൾ വഹാബ് MP ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. തന്മയി ജ്വല്ലറി മാനേജിംഗ് പാർട്ണർ നാസർ മേലേതിൽ അധ്യക്ഷത വഹിച്ചു. എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റഫീഖ്, ഇസ്മായിൽ മൂത്തേടം, കാരാടൻ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ സുലൈമാൻ കാരാടൻ എന്നിവർ സംസാരിച്ചു. തന്മയി ഗ്രൂപ്പ് പാർട്ണർമാരായ ഷാജു മേലേതിൽ സ്വാഗതവും അബ്ദുറഹിമാൻ മുണ്ടമ്പ്ര നന്ദിയും പറഞ്ഞു. പാർട്ണർമാരായ നൌഷാദ് മുണ്ടമ്പ്ര, സതീഷ് എടച്ചലത്ത്, അബ്ദുറബ് കല്ലായി എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായ ഭാഗ്യശാലികൾക്ക് 1ാം സമ്മാനമായി ഡയമണ്ട് റിംഗ്, 2ാം സമ്മാനമായി ഗോൾഡ് ലോക്കറ്റ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ആര്യടൻ ഷൗക്കത്ത് വിതരണം ചെയ്തു. തന്മയി ഗ്രൂപ്പിന്റെ ബ്രാൻഡിംഗ് ആൻഡ് ഡിസൈനിംഗ്, ആർക്കിടെക്ട്, ഇന്റീരിയർ,
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ ടീമുകളെ ചടങ്ങിൽ ആദരിച്ചു. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങളുടെ അതിവിശാലവും വൈവിധ്യവുമാർന്ന കളക്ഷൻസാണ് തന്മയി ജ്വല്ലറിയുടെ എടക്കര ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസിനും ഗിഫ്റ്റുകളും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫുട്ബോൾ കളിക്കുന്നതിനിടെ 13-കാരൻ കിണറ്റിൽ വീണു. ചുങ്കത്ര മാമ്പൊയിലാണ് സംഭവം. നിർമ്മാണത്തിലിരിക്കുന്ന കിണറ്റിലാണ് 13-കാരൻ വീണത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അവസരോചിതമായ ഇടപെടലിൽ കൂടുതൽ അപകടങ്ങളില്ലാതെ രക്ഷപ്പെടുത്താനായി. വണ്ടൂർ വാണിയമ്പലത്ത് നടുറോഡിൽ യുവാവിന്റെ വടിവാൾ പ്രയോഗം. അക്രമത്തിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. കിണറ്റിങ്ങൽ മുഹമ്മദ് ഫഹദിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ വെന്തോടമ്പടി സ്വദേശി മിസ്ഹബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവണ്ണയിൽ ബൈക്കും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. 17-കാരന് ദാരുണാന്ത്യം. പോരൂർ അയനിക്കോട് സ്വദേശി കബീറിന്റെ മകൻ റിഫാത്ത് ആണ് മരിച്ചത്. പ്രിയ പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.